ഞാൻ കണ്ട അരിയുണ്ട ഉണ്ടാക്കി വെച്ച് സ്വാദിഷ്ടമായി. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമുക്ക് കുറച്ച് അരിയുണ്ട ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഞാനിത് റേഷൻ അരിയാണ്. റേഷൻ അരി ഞാൻ നല്ലതായിട്ടൊന്ന് കഴുകി ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം. കൂട്ടുകാരെ, അപ്പോൾ നമുക്കൊരു തേങ്ങ പൊതിച്ചെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ അരി ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. ഇത് റേഷൻ. അപ്പോൾ കൂട്ടുകാരെ, അരി മൂത്തു, അത് ഞാൻ വറുത്തെടുത്തു. ഇനി ഇത് ഞാൻ തണുപ്പിച്ചെന്നിട്ട് മിക്സിയുടെ ജാറിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരല്പം ഏലക്കയും ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ ഫൈനായിട്ട് അങ്ങ് പൊടിയണ്ട. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഇട്ട് നമുക്കൊന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ഞാനിതിലൊരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉരുളകൾ ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ അമ്മയുള്ളപ്പം, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുള്ളപ്പം മിക്ക ദിവസങ്ങളിലും ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഇനി ചൂടോടെ തന്നെ നമുക്കൊന്ന് ഉരുള ഉണ്ടാക്കാം. കണ്ടോ, അപ്പോൾ ഞാനെല്ലാം ഉരുളകൾ ഉണ്ടാക്കാറ് അരിയുണ്ട ഉണ്ടാക്കി വെച്ച് സ്വാദിഷ്ടമായ അരിയുണ്ട. കണ്ടോ കൂട്ടുകാരെ, ഇന്നത്തെ സ്പെഷ്യലാണിത്. കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതേ കണ്ടോ, നല്ല സ്വാദിഷ്ടമായ അരിയുണ്ട ഞാൻ ഉണ്ടാക്കി.